തുടരുകയാണ് സ്കൂൾ മാനേജർ. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം. കെപിസിസി ഡിസിസി ഭാരവാഹികളെ തീരുമാനിക്കുന്ന ചർച്ചകൾ എങ്ങും എത്തിയില്ല. ഭാരവാഹികളെ തീരുമാനിക്കുന്ന കാര്യത്തിൽ പൊതുമാനദണ്ഡം വേണമെന്നാണ് ഹൈക്കമാൻഡ് നിർദ്ദേശം. ചർച്ചകളിൽ സമവായമാവാത്തതിനാൽ പുനഃസംഘടന ഇനിയും നീളാനാണ് സാധ്യത. കെപിസിസി ഭാരവാഹി നിയമനത്തിൽ പൊതുമാനദണ്ഡം വേണമെന്ന നിർദ്ദേശം ഹൈക്കമാൻഡ് മുന്നോട്ട് വെച്ചതോടെ സമവായ ചർച്ചകൾ നീളുകയാണ്. ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള പങ്കുവയ്ക്കലും വേണ്ടെന്ന നിലപാടിലാണ് ദേശീയ നേതൃത്വം. ജനസമ്മതിയുള്ളവരെ സംസ്ഥാന നേതൃത്വത്തിലേക്ക് കൊണ്ടുവരണം എന്ന ആവശ്യം ശക്തമായതോടെയാണ് ചർച്ചകൾ നീളുന്നത്. സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി ഗ്രൂപ്പ് ചർച്ചകൾ ഒഴിവാക്കിയിട്ടുണ്ട്. പകരം കെപിസിസി പ്രസിഡന്റും വർക്കിംഗ് പ്രസിഡന്റുമാരും അടങ്ങുന്ന സമിതിക്കാണ് ഭാരവാഹി നിർണയത്തിലെ പൂർണ്ണ ചുമതല. 3 വട്ടം ചർച്ച നടത്തിയെങ്കിലും പട്ടിക തയ്യാറാക്കാൻ കഴിഞ്ഞിട്ടില്ല. മുതിർന്ന ചില നേതാക്കന്മാരുടെ അഭിപ്രായം കൂടി വേണമെന്ന നിലപാടാണ് കെപിസിസി പ്രസിഡന്റിനുള്ളത്. എന്നാൽ കെപിസിസി ഭാരവാഹികളെ തീരുമാനിക്കുന്നതിലെ മെല്ലെപ്പോക്കിൽ ശക്തമായ വിയോജിപ്പാണ് കോൺഗ്രസ് പ്രവർത്തകർക്കുള്ളത്. കോൺഗ്രസിന് വിജയം നേടാൻ വലിയ സാധ്യതകൾ നിലനിൽക്കുമ്പോൾ നേതാക്കന്മാർ തണുപ്പൻ മട്ടിലാണ് കാര്യങ്ങൾ നീക്കുന്നതെന്നാണ് പരാതി. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രം ശേഷിക്കെ സ്ഥാനാർത്ഥി പട്ടിക നേരത്തെ തയ്യാറാക്കി പ്രവർത്തനം തുടങ്ങണമെന്നായിരുന്നു ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശം. എന്നാൽ ഭാരവാഹി തീരുമാനം വൈകുന്നത് പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്നാണ് നേതാക്കളുടെ അടക്കം വിലയിരുത്തൽ. ഡിസിസി ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലും ഇനിയും ചർച്ച ആരംഭിച്ചിട്ടില്ല. 2 ഇടങ്ങളിൽ മാത്രമാണ് ഏകദേശം ധാരണയിലെത്തിയത്. പ്രവർത്തന മികവ് തെളിയിക്കാത്ത ഡിസിസി ഭാരവാഹികളെ ഒഴിവാക്കണമെന്നാണ് ഹൈക്കമാൻഡിന്റെ ഉപദേശം. ഒഴിവാക്കാനുള്ള ഡിസിസി പ്രസിഡന്റുമാരുടെ പട്ടികയും ദേശീയ നേതൃത്വം കെപിസിസിക്ക് കൈമാറിയിട്ടുണ്ട്. അതേസമയം ഗ്രൂപ്പ് നേതാക്കൾ നിലവിൽ രഹസ്യമായ അഭിപ്രായങ്ങൾ കൈമാറുന്നുണ്ടെങ്കിലും നേതൃത്വത്തിനെതിരെ ഒരു പരസ്യ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം. തദ്ദേശ വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേടെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. CPM നേതാക്കളുടെ സഹായത്തോടെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പട്ടിക തയ്യാറാക്കിയത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ CPMന്റെ ചട്ടുകമായി പ്രവർത്തിക്കുന്നു. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനാണ് കമ്മീഷന്റെ ശ്രമം എന്നും